വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ പോളച്ചനോട് സംസാരിക്കുകയാണ് ശാരദാമ്മ. ഒരു 30 പവൻ കടമായിട്ട് വേണമെന്ന് പറയുകയാണ് ശാരദാമ്മ. അന്നേരം പോളച്ചൻ പറയുകയാണ് 30 പവനല്ല 60 പവൻ വേണമെങ്കിലും ശാരദാമ്മയ്ക്ക് കടമായിട്ട് തരാം. സ്വർണം എൻ്റെ കടയിൽ നിന്നും എടുക്കണമെന്നേയുള്ളൂ. അത് 2 പവനായാലും 200 പവനായാലും. ഇതൊക്കെ കേട്ട് അന്തം വിടുകയാണ് രാജേശ്വരി. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സഹായമാണ് പോളച്ചൻ ചെയ്തതെന്ന് പറയുകയാണ് ശാരദാമ്മ. അതേസമയം പോളച്ചൻ്റെ ഭാര്യ മേഴ്സിയും വന്ന് ശാരദാമ്മയോട് വിശേഷങ്ങളൊക്കെ തിരക്കുകയാണ്. തുടർന്ന് പോളച്ചനോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നന്ദി പറഞ്ഞിറങ്ങുകയാണ് ശാരദാമ്മ. ശാരദാമ്മ പോയ ശേഷം രാജേശ്വരി കരുതുകയാണ്, നിന്റെ മനസ്സമാധാനം ഞാൻ തീർത്തു തരാം. ദൈവമായിട്ടാണ് ഇപ്പോൾ എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. തുടർന്ന് പോളച്ചൻ ഭാര്യ മേഴ്സിയോട് പറയുകയാണ്, പാവം ശുദ്ധഗതിക്കാരിയാണ്, നല്ല സ്ത്രീ എന്ന് പറഞ്ഞ് പോളച്ചൻ അകത്തേക്ക് കയറുമ്പോൾ കാറിന്റെ മറവിൽ നിന്നും ഒളിഞ്ഞു നിന്ന രാജേശ്വരി തെറ്റ് എന്നും പറഞ്ഞ് പോളച്ചൻ്റെ അടുത്തേക്ക് വരികയാണ്. ഞാൻ പോകാനിറങ്ങിയപ്പോൾ ഒരു ഫോൺ വന്നു. റേഞ്ച് ശരിയായി കിട്ടാൻ അങ്ങോട്ട് മാറി നിന്നപ്പോഴാണ് ശാരദാമ്മ ഇവിടെ വന്നിട്ട് പോയതെന്ന് പറയുകയാണ് രാജേശ്വരി. ശാരദാമ്മ വന്നത് നാടകം കാണിക്കുകയാണെന്ന് രാജേശ്വരി പറയുമ്പോൾ മനസ്സിലായില്ല, നാടകമോന്ന് ചോദിക്കുകയാണ് പോളച്ചൻ. അന്നേരം രാജേശ്വരി പറയുകയാണ്, ശാരദാമ്മയ്ക്കൊരു 30 പവൻ വേണമെന്ന് പറഞ്ഞില്ലേ, അത് തികച്ചും നാടകമാണ്. നിങ്ങൾ ഈ ജ്വല്ലറിക്കകത്ത് മാത്രം ഇരിക്കാതെ ഇടയ്ക്കൊക്കെ നാട്ടിലേക്കൊക്കെ ഇറങ്ങി കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം, എങ്കിലേ മനസ്സിലാകൂ എന്ന് പറയുകയാണ് രാജേശ്വരി. അഗതികൾക്കും അനാഥർക്കുമൊക്കെ ഭക്ഷണം സൗജന്യമായി വിളമ്പുന്ന ശാരദാമ്മയുടെ കഥ മാത്രമേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകൂ. പക്ഷേ ഇത് കഥ വേറെയാണ്. ഹോട്ടൽ നടത്തി കുത്തുവാളയെടുത്ത ശാരദാമ്മ ഇപ്പോൾ പെൺപിള്ളേരെ കെട്ടിച്ചു വിടാനായിട്ട് പെടാപ്പാട് പെടുകയാണ്. മൂത്തവള് നിൽക്കുമ്പോഴാണ് ഇളയവളെ കെട്ടിച്ചത്. കെട്ടിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല, അവൾ ഒരുത്തൻ്റെ തലയിലങ്ങ് വലിഞ്ഞു കയറി. അതുകൊണ്ട് സ്വർണവും പണവും ഒന്നുമില്ലാതെ അതങ്ങ് കഴിഞ്ഞു. ഇപ്പോൾ മൂത്തവളുടെ കല്യാണം ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോളച്ചൻ്റെ അടുത്ത് 30 പവൻ ചോദിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു നിശ്ചയം നടത്തിയായിരുന്നു. ആ നിശ്ചയത്തിന് സ്വർണം കടം വാങ്ങിയത് എൻ്റെ കയ്യിൽ നിന്നുമാണ്. ചടങ്ങ് കഴിഞ്ഞാൽ സ്വർണം തിരികെ തരാമെന്നായിരുന്നു ധാരണ. പക്ഷേ പിന്നീടത് വാങ്ങിച്ചെടുക്കാൻ ഞാൻ പെട്ട പാട് എന്നൊക്കെ പറഞ്ഞങ്ങ് അഭിനയിച്ച് തകർക്കുകയാണ് രാജേശ്വരി. ഇതൊക്കെ കേട്ട് മനസ്സിലാകാതെ നിൽക്കുകയാണ് പോളച്ചനും ഭാര്യ മേഴ്സിയും. സ്വർണം കണ്ടാൽ അവരുടെ കണ്ണു മഞ്ഞളിക്കും. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, 2 പെൺപിള്ളേരെ കെട്ടിക്കാനായിട്ട് നിൽക്കുകയല്ലേ. ഇത്തവണ കൊടുത്താൽ സ്വർണം തിരിച്ചു കിട്ടില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ കൊടുക്കില്ല എന്ന് തീർത്തങ്ങ് പറഞ്ഞു എന്ന് പറയുകയാണ് രാജേശ്വരി. അതുകൊണ്ടിപ്പോൾ ജ്വല്ലറി തോറും കയറി ഇറങ്ങി നടക്കുകയാണ്. അവരുടെ പൂച്ചറിയാവുന്നതുകൊണ്ട് ആരും കടം കൊടുക്കില്ല സ്വർണം. അതാണ് അവസാനം വന്ന് ഈ പോളച്ചനെ തട്ടി താഴെയിട്ടത് എന്ന് പറയുകയാണ് രാജേശ്വരി. അന്നേരം മേഴ്സി ചോദിക്കുകയാണ്, നേരാണോ നീ പറയുന്നതൊക്കെ? നേരാണോ എന്ന് പുറത്തേക്കിറങ്ങി അന്വേഷിച്ചാൽ മതി. എന്നിട്ട് പോളച്ചനോട് രാജേശ്വരി ചോദിക്കുകയാണ്, അതെ, മോഡൽ നോക്കാനെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് സ്വർണം വല്ലതും വാങ്ങിക്കൊണ്ട് പോയായിരുന്നോ? വാങ്ങിച്ചു, 2 വളകളെന്ന് പറയുകയാണ് പോളച്ചൻ. അത് തിരികെ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയുകയാണ് പോളച്ചൻ. അതിൻ്റെ കാശോ എന്ന് ചോദിക്കുമ്പോൾ കടം പറഞ്ഞിരിക്കുകയാണെന്നും പറയുന്നു. അത് സ്വാഹാന്ന് കരുതിയാൽ മതി എന്ന് പറയുകയാണ് രാജേശ്വരി. എന്നിട്ട് ചോദിക്കുകയാണ്, ഇനി വേറെ വല്ല തെളിവും വേണോ മേഴ്സി കൊച്ചേ? ഞാൻ എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടിനോടുള്ള അടുപ്പം കൊണ്ട് പറഞ്ഞെന്നേയുള്ളൂ. ഇനി എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി എന്ന് പറയുകയാണ് രാജേശ്വരി. അന്നേരം പോളച്ചനെയും പിടിച്ചുകൊണ്ട് മേഴ്സി അകത്തേക്ക് പോവുകയാണ്. ഇച്ചാൻ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ എന്നും പറഞ്ഞ്. രാജേശ്വരിയുടെ പണിയേറ്റു എന്നുള്ള സന്തോഷത്തിൽ ചിരിച്ചു നിൽക്കുകയാണ് രാജേശ്വരി. തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിൽ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് വിഷ്ണു. റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ശാലിനിയും. റൂമിലിരിക്കുന്ന ശാലിനി കട്ടലിന് പുറത്തിരിക്കുന്ന വളകളെ നോക്കി അന്ന് രാവിലെ അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഓർക്കുകയാണ്. തുടർന്ന് മുറ്റത്ത് നിൽക്കുന്ന വിഷ്ണു ചിന്തിക്കുകയാണ്, പാവം ശാലിനിക്ക് നല്ല വിഷമമായിട്ടുണ്ടാകും, അവളത് പുറത്ത് കാണിക്കാത്തതാണ്. അതേസമയം ശാലിനിയും ചിന്തിക്കുകയാണ്, പാവം അമ്മയ്ക്ക് എന്ത് വിഷമമായിട്ടുണ്ടാകും, എല്ലാം ഞാൻ വരുത്തി വെച്ചതാണ്. ചേച്ചിയെ സഹായിക്കാനായിട്ട് എവിടെ നിന്നോ ഇറങ്ങി പുറപ്പെട്ടു, ഒരിടത്തും എത്തിയതുമില്ല. കൂടെയുള്ളവർക്ക് കൊടുക്കുന്നതോ സങ്കടം മാത്രവും എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയാണ് ശാലിനി. അതേസമയം കുടുംബശ്രീ വീട്ടിൽ ശാരദാമ്മയും ചിന്തിക്കുകയാണ്, പാവം ശാലിനി, അവളുടെ അവസ്ഥ ഇപ്പോൾ എന്താവോ ആയോ. എല്ലാം ക്ഷമിക്കാനുള്ള മനസ്സ് അവൾക്ക് കാണിച്ചാൽ മതിയായിരുന്നു. ദുർബുദ്ധിയൊന്നും തോന്നല്ലേ ഈശ്വര എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു ശാരദാമ്മ. അതേസമയം ഉമ്മറത്തിരുന്ന് ആലോചിച്ച വിഷ്ണു തിണ്ണയിലേക്ക് കിടക്കുകയാണ്. അതേസമയം പ്രീതി വന്ന് ചോദിക്കുകയാണ്, വിഷ്ണു ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നോ? വിഷ്ണു ഏട്ടാ ശാലിനി എന്ന് പ്രീതി പറയുമ്പോൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് വിഷ്ണു ചോദിക്കുകയാണ്, ശാലിനിക്ക് എന്താ പ്രശ്നം? എന്തു പറ്റി? അവളിപ്പോൾ എവിടെയാ? പ്രീതി പറയുകയാണ്, വിഷ്ണു ഏട്ടൻ ഇങ്ങനെ വെപ്രാളപ്പെടാതെ. ശാലിനി ഭക്ഷണം കഴിക്കാതെ റൂമിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്.
അക്കാര്യം പറയാനാണ് ഞാൻ വന്നത്. അത് കേട്ടൊന്ന് ആശ്വസിച്ച് വിഷ്ണു പറയുകയാണ്, അവൾക്ക് നല്ല സങ്കടമുണ്ടാകും. അവളുടെ അമ്മയെ ഇവിടെ നിന്ന് അപമാനിച്ചല്ലേ ഇറക്കി വിട്ടത്. നമ്മളാണ് അവളുടെ സ്ഥാനത്തെങ്കിലും ആഹാരം കഴിക്കാനൊന്നും തോന്നില്ല. നമ്മളല്ലല്ലോ ഏട്ടാ കാരണം. അതാ സുസ്മിതയുടെ ട്രാപ്പായിരുന്നില്ലേ. എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. അതിന് വിഷമിക്കുകയും ഭക്ഷണം ഉപേക്ഷിക്കുകയും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ഏട്ടൻ ചെന്നൊന്ന് വിളിച്ചാൽ അവൾ വരുമെന്ന് പറയുകയാണ് പ്രീതി. ശരി, ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് അകത്തേക്ക് പോകുന്നു വിഷ്ണു. റൂമിലേക്ക് ചെല്ലുന്ന വിഷ്ണു കാണുന്നത് വളകളും കയ്യിൽ പിടിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ശാലിനിയാണ്. താൻ എന്താ ഇവിടെ ഇരിക്കുന്നത്, കഴിക്കണ്ടേ തനിക്കെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് വിഷ്ണുവിന് നേരെ കൈ ചൂണ്ടി ശാലിനി ചോദിക്കുകയാണ്, ആഹാരം താനൊരു മനുഷ്യനാണോടോ? കണ്ണു നിറയെ കണ്ണീരും നെഞ്ചു നിറയെ തീയുമായിട്ടാണ് എൻ്റെ അമ്മയും സഹോദരിമാരും ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത്. അവർ കഴിച്ചോ കഴിച്ചില്ലയോ, ജീവനോടെ ഉണ്ടോ അതോ അപമാനത്തിൻ്റെ തീച്ചൂളയിൽ ഉരുകി തീരുകയാണോ? അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാനിവിടെ വിശാലമായിട്ട് സദ്യ ഉണ്ട് കിടക്കണം അല്ലേ? കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ശാലിനി. പെട്ടെന്ന് എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ കട്ടിലിൽ കിടന്ന മൊബൈലും വളകളും എടുത്തിട്ട് ശാലിനിയുടെ കൈ പിടിക്കുകയാണ് വിഷ്ണു. എന്നിട്ട് പറയുകയാണ്, വാ ഇങ്ങോട്ട്. അന്നേരം ശാലിനി ചോദിക്കുകയാണ്, എങ്ങോട്ടാണ്? പെട്ടെന്ന് കട്ടിലിൽ കിടന്ന ശാലിനിയുടെ ഷോൾ എടുത്ത് ശാലിനിക്ക് ഇട്ടുകൊടുത്തിട്ട് പറയുകയാണ്, വരാനല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞ് ശാലിനിയെ പിടിച്ചു വലിച്ച് താഴേക്ക് കൊണ്ടുവരികയാണ് വിഷ്ണു. വിഷ്ണുവിൻ്റെ കൂടെ പോകുമ്പോഴും ശാലിനി എങ്ങോട്ടാണെന്നൊക്കെ തിരക്കുന്നുണ്ട്. വിഷ്ണു പറയുകയാണ്, പാർക്കിലേക്ക് കാറ്റ് കൊള്ളാൻ എന്നും പറഞ്ഞിട്ട് മുറ്റത്തേക്ക് കൊണ്ടുവരുന്നു ശാലിനിയെ. ജീപ്പിൻ്റെ ഡോറ് തുറന്നിട്ട് കയറാൻ പറയുകയാണ് വിഷ്ണു. എങ്ങോട്ടാണ് ഈ പാതിരാത്രിയെന്ന് ശാലിനി ചോദിക്കുമ്പോൾ പറയുകയാണ്, പറഞ്ഞില്ലേ പാർക്കിൽ കാറ്റ് കൊള്ളാനെന്ന്, അല്ലെങ്കിലേ നമുക്ക് കടലിൽ തിര എണ്ണിയാലോ എന്ന് പരിഹസിച്ച് ചോദിക്കുകയാണ് വിഷ്ണു. അതിനുശേഷം ശാലിനി ജീപ്പിലേക്ക് കയറുകയാണ്. കേറിടി അങ്ങോട്ട് കയറാനെന്ന് വിഷ്ണു ദേഷ്യപ്പെട്ട് പറഞ്ഞതിനാൽ ശാലിനി കയറുകയാണ്. എന്നാൽ ഇതൊക്കെ മുകളിലത്തെ ബാൽക്കണിയിൽ നിന്ന് കാണുകയാണ് സുസ്മിത. അതുവരെ ദേഷ്യപ്പെട്ട ശാലിനി വിഷ്ണുവിൻ്റെ ദേഷ്യം കണ്ട് മിണ്ടാതെ തന്നെ ഇരിക്കുകയാണ്. അതേസമയം മുകളിൽ നിന്നും സുസ്മിത കരുതുകയാണ്, ഈ സമയത്ത് ഇവരിതെങ്ങോട്ടാണ് പോകുന്നത്? സംഗതി അത്ര ശരിയല്ലല്ലോ. അതേസമയം കുടുംബശ്രീ വീട്ടിൽ ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിട്ട് ശാരദാമ്മയെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ്. എനിക്ക് വേണ്ട, വിശപ്പില്ല എന്ന് പറയുകയാണ് ശാരദാമ്മ. നിങ്ങൾ കഴിക്കെന്ന് പറയുമ്പോൾ അമ്മ കഴിക്കാതെ ഇരിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയാ കഴിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ശാരിക. കഴിച്ചാൽ എനിക്ക് തൊണ്ടേന്ന് ഇറങ്ങില്ല എന്ന് ശാരദാമ്മ പറയുമ്പോൾ ശ്യാമ ചോദിക്കുകയാണ്, അമ്മയ്ക്ക് ഇത്രയും സങ്കടമായിരുന്നെങ്കിൽ അവിടെ കുഞ്ഞേച്ചിയുടെ അവസ്ഥ എന്തായിരിക്കും? കുഞ്ഞേച്ചിയും ഒന്നും കഴിച്ചു കാണില്ല എന്നുറപ്പാണെന്ന് പറയുമ്പോൾ കൂടുതൽ സങ്കടപ്പെടുകയാണ് ശാരദാമ്മ. അമ്മ തടഞ്ഞതുകൊണ്ടാണ് കുഞ്ഞേച്ചി ആ സുസ്മിതയെ വെറുതെ വിട്ടതെന്നും അല്ലെങ്കിൽ കുഞ്ഞേച്ചി ആ സ്പോട്ടിൽ തന്നെ സത്യം തെളിയിച്ചേനെ എന്നും പറയുന്നു ശ്യാമ. ഒരു സാധാരണ വീട്ടിലേക്കല്ല അവൾ കല്യാണം കഴിഞ്ഞ് പോയിരിക്കുന്നത്, സത്യഭാമയുടെ വീട്ടിലേക്കാണ്. അപ്പോൾ ആ വീട്ടിൻ്റെ അന്തസ്സിന് യോജിച്ച രീതിയിലേ പെരുമാറാവൂ അവള് എന്നൊക്കെ പറയുകയാണ് ശാരദാമ്മ. അതിന് മറുപടിയായി ശ്യാമ ചോദിക്കുകയാണ്, അവിടെ നിന്നല്ലേ ആ സുസ്മിത കല്ല് വെച്ച നുണ പറഞ്ഞത്? അത് സപ്പോർട്ട് ചെയ്യാൻ സത്യഭാമയും എന്ന് പറയുമ്പോൾ മറുപടിയില്ലാതെ നിൽക്കുകയാണ് ശാരദാമ്മ. അതേസമയം വിഷ്ണു കുടുംബശ്രീ വീട്ടിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് വണ്ടി നിർത്തുകയാണ്. വീട് കണ്ട് സന്തോഷിച്ച് ശാലിനി ചോദിക്കുകയാണ്, അതെ ഇവിടെ എന്താ ഇപ്പോൾ? അന്നേരം വിഷ്ണു പറയുകയാണ്, ഇവിടെ ഇപ്പോൾ തൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നി, അതുകൊണ്ടാണ് വന്നത്. വണ്ടി ശബ്ദം കേട്ട് ശാരിക പറയുകയാണ്, ആരോ പുറത്തു വന്നല്ലോ, ആരായി രാത്രിയിൽ എന്ന് പറഞ്ഞ് പുറത്തേക്കിറങ്ങുകയാണ് അവർ 3 പേരും. ശാരദാമ്മയെ കണ്ട് ഓടി വരികയാണ് ശാലിനി. അമ്മയെന്നും പറഞ്ഞ്, എന്നോട് ക്ഷമിക്കണം അമ്മയെന്ന് പറയുന്നു ശാലിനി. ഞാൻ കാരണമാണ് അമ്മയ്ക്ക് അപമാനം മുഴുവൻ ഏറ്റുവാങ്ങേണ്ടി വന്നത്. സുസ്മിത എന്നോടുള്ള വിരോധം തീർത്തതാണ് എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് ശാലിനി. അത് പോട്ടെ, സാരമില്ല, ഞങ്ങളതൊക്കെ എപ്പോഴേ മറന്നു. കരയാതെ നീ കണ്ണു തുടയ്ക്കെന്ന് പറയുകയാണ് ശാരദാമ്മ. എന്നിട്ട് വിഷ്ണുവിനോട് ചോദിക്കുകയാണ്, പിന്നെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ മോനെ എന്ന്? പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല, ആള് ഭക്ഷണം കഴിക്കുന്നില്ല. അതൊന്ന് അവസാനിപ്പിക്കാനായിട്ടാണ് ഞാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. അന്നേരം ശ്യാമ ചോദിക്കുകയാണ്, അപ്പോൾ ഞാൻ പറഞ്ഞതിപ്പോൾ എങ്ങനെയുണ്ടമ്മേ? അപ്പോൾ നീ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലേ? അതിനു മാത്രം എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നു ശാരദാമ്മ. അന്നേരം ശാരിക ചോദിക്കുകയാണ്, അതല്ലേ അമ്മയോടും ഞങ്ങൾ ഇത്രയും നേരം ചോദിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ അമ്മയും കഴിച്ചില്ലേ? അമ്മ വന്നേ, നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറയുന്നു ശാലിനി. അന്നേരം ചിരിച്ച് ശ്യാമ പറയുകയാണ്, എങ്കിൽ പിന്നെ സമൂഹ സദ്യ തന്നെ ആയിക്കോട്ടെ, ഞങ്ങളും കഴിച്ചിട്ടില്ല, എല്ലാവരും വന്നേ അകത്തേക്ക്. വാ മോനെ എന്നും പറഞ്ഞ് വിഷ്ണുവിനെയും വിളിക്കുന്നു ശാരദാമ്മ. മോനും വിളമ്പട്ടെ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, വേണ്ടമ്മേ, ഞാൻ കഴിച്ചു, നിങ്ങൾ കഴിച്ചോ?
അതേസമയം ശാലിനി പേഴ്സിൽ നിന്നും വളകളെടുത്ത് അമ്മേ ഇത് വാങ്ങിക്കെന്നും പറഞ്ഞ് ശാരദാമ്മയ്ക്ക് കൊടുക്കുകയാണ്. വളകൾ വാങ്ങിച്ച ശേഷം ശാരദാമ്മ ചോദിക്കുകയാണ്, അത് ആ കുട്ടി എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചു വെച്ചതല്ലേ, പിന്നെ നിനക്കിത് എവിടെ നിന്ന് കിട്ടി? സത്യം പിന്നീട് തെളിഞ്ഞമ്മേ, സുസ്മിത പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു. ഇത് അവളുടെ വളകളല്ല എന്ന് എല്ലാവർക്കും ബോധ്യമായി. എപ്പോഴും ഇട്ടോണ്ട് നടക്കുന്ന വളകളാണെന്ന് അവൾ പറഞ്ഞിട്ടേ ഇത് അവളുടെ കയ്യിൽ കയറുന്ന പോലും ഇല്ലായിരുന്നു. പിന്നെ ആ കുട്ടിയുടെ വളകൾ എവിടെ പോയി എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, അതൊന്നും ആലോചിച്ച് അമ്മ ടെൻഷൻ ആവേണ്ട, നാവെടുത്താൽ അവൾ കള്ളമേ പറയൂ. അങ്ങനെ ചില വളകൾ തന്നെ അവൾക്ക് ചിലപ്പോൾ ഉണ്ടാകില്ല, ചിലപ്പോൾ പിന്നെ അവൾ തന്നെ അത് ഒളിപ്പിച്ച് വച്ചിട്ടുണ്ടാകും. അങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, അവളെ അതല്ല, അതിനപ്പുറവും ചെയ്യും. അതിനുശേഷം ശാരദാമ്മയെ പിടിച്ചിരുത്തുകയാണ് ശാലിനി. അമ്മ ഇരുന്നേ, ആഹാരം കഴിക്കുക എന്ന് പറയുന്നു. അതിനുശേഷം ശാരദാമ്മയും ശാരികയും ശ്യാമയും ശാലിനിയും എല്ലാവരും ചേർന്ന് സന്തോഷത്തോടു കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഇതൊക്കെ നോക്കിക്കാണുന്നു വിഷ്ണു. ശാലിനിയുടെ എന്തെന്നില്ലാത്ത സന്തോഷം ദൂരെ നിന്ന് നോക്കി കാണുകയാണ് അന്നേരം വിഷ്ണു. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.